വരാം. ശ്രീ മിഥുൻ വിജയകുമാർ ഇവിടെ പ്രശ്നം എന്താണ്? പ്രശ്നമെന്ന് പറയുന്നത് ധീരനായ ഭരണകർത്താവ് എന്നുള്ള നിലയിൽ കെ കരുണാകരനോട് ആരാധനയുണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കക്ഷിയോട് ഇഷ്ടമുണ്ട്. കെ കരുണാകരൻ പ്രതിനിധാനം ചെയ്ത കക്ഷിയുടെ പേരാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയോട് ഇഷ്ടമുള്ളയാളാണോ താമര ചിഹ്നത്തിൽ ജയിച്ച സുരേഷ് ഗോപി? അങ്ങനെ ഒരു പാർട്ടിയാണോ ബി ജെ പി? അതായത് കോൺഗ്രസിനോട് ഇഷ്ടം കൂടുന്ന പാർട്ടിയാണോ ബി ജെ പി? നമുക്ക് നികേഷ്, ഒരു എക്സാമ്പിൾ പറയാം. ഈ അടുത്ത കാലത്ത് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ്റെ ചീഫ് ശ്രീ ഡോക്ടർ അഹമ്മദ് ഇലിയാസി അദ്ദേഹം പറഞ്ഞത് മോഹൻ ഭാഗവത് ഫാദർ ഓഫ് ദ നേഷൻ ആണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും RSSൻ്റെ സേവനത്തെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇമാം ഓർഗനൈസേഷൻ്റെ ചീഫാണ് പറഞ്ഞത് മോഹൻ ഭാഗവത്തിനെ ഫാദർ ഓഫ് ദ നേഷനായി കാണണമെന്ന്. അതിനോട് രാജ്യത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഈ ഇമാം ഓർഗനൈസേഷൻ്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന മറ്റ് ഇമാമുകളും യോജിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അത് പലപ്പോഴും പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കോൺടാക്സ്റ്റിൽ മാത്രമേ അതിനെ എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു വേദിയിൽ വെച്ചത് പറഞ്ഞതുകൊണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞതല്ല, ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിൽ പറഞ്ഞതല്ല, ഒരു പൊളിറ്റിക്കൽ വെന്യൂ അല്ല അത്. ബേസിക്കലി അതൊരു രാഷ്ട്രീയ നേതാവിനെ, നമ്മുടെ കേരളം കണ്ട ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൊളിറ്റിക്കലി വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ സോഫ്റ്റ് ആക്കി ഇടുകയാണ് എങ്കിൽ അത് ആർക്കാണ് ഗുണം? സ്വാഭാവികമായും ബി ജെ പിക്ക് ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസും ബി ജെ പിയും ഒരേ നേതാവിനെ തന്നെ ആരാധിക്കുന്നു, ഒരേ ഭാരതമാതാവിനെ തന്നെ ആരാധിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കെ കരുണാകരൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോട് ഇഷ്ടം. കെ കരുണാകരൻ പറഞ്ഞു അത്രേ, സുരേഷ് ഗോപി എൻ്റെ മാനസപുത്രനാണ് എന്ന്. ഞാൻ അവകാശപ്പെടുകയാണ് സർ, കെ കരുണാകരൻ്റെ മാനസപുത്രനാണ് ഞാനെന്ന്. അദ്ദേഹത്തിൻ്റെ മകനെ തൃശ്ശൂരിൽ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ പിൻബലത്തോടുകൂടി സ്മൃതി മണ്ഡപത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ആ മുരളി മന്ദിരത്തിൻ്റെ പകുതി അവകാശം കെ മുരളീധരനാണ് എന്നാണ്. കെ മുരളീധരൻ്റെ അനുമതി വേണ്ട എനിക്ക് ആ സ്മൃതി മണ്ഡപത്തിൽ എത്താനെന്നും സുരേഷ് ഗോപി പറയുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ കയറി കളിക്കുന്നു, ആ പാർട്ടിയിൽ കയറി കളിക്കുന്നു, മാനസപുത്രൻ എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. നേട്ടം രാഷ്ട്രീയമാണ്, ലക്ഷ്യം രാഷ്ട്രീയമാണ്. അല്ല, സുരേഷ് ഗോപിക്ക് എവിടെ രാഷ്ട്രീയം പറയണം, എവിടെ പേഴ്സണലായി സംസാരിക്കണമെന്ന് ഒരു ലോജിക് ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും BJP നേതാക്കൾ അതിനെ ശരിവെച്ചുകൊണ്ട് സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആർക്കും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല. ഇത് BJPയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റും അല്ല. അപ്പം BJP ഇവിടെ കളിക്കുന്നു അല്ലെങ്കിൽ BJPയുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നേരത്തെ ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി ഒരു പേഴ്സണൽ ഐഡന്റിറ്റിയെ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊന്നും ഈ BJP പൊളിറ്റിക്സിനകത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് പാർട്ടിയുടെ ക്യാരക്ടർ അല്ലെ പാർട്ടിയുടെ ഇമേജോ അല്ല അവിടെ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തി എന്ന ഇൻഡിവിജ്വലിന്റെ ഇമേജ് പലപ്പോഴും പല ഈ പറഞ്ഞ പോലെ പാർട്ടി യോഗങ്ങളിലും നമ്മൾ കാണുകയാണ്. സുരേഷ് ഗോപിക്ക് ഒരു പേഴ്സണൽ ഇമേജ് എപ്പോഴും ഉയർന്നു കിടക്കും. അത് പാർട്ടിയുടെ ഇമേജിനേക്കാളും എപ്പോഴും ഉയരത്തിലാണ് അദ്ദേഹം അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പല നേതാക്കളും BJPയുടെ പല നേതാക്കളും, അതായത് കെ സുരേന്ദ്രൻ മുതൽക്ക് നരേന്ദ്രമോദി വരെയുള്ള നേതാക്കൾക്ക് എപ്പോഴും പാർട്ടി ഇമേജും പാർട്ടി ക്യാരക്ടറും തന്നെയാണ് പ്രാധാന്യമെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ എപ്പോഴും പാർട്ടിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ ആ ഒരു ഇൻഡിവിജ്വൽ കോൺടെക്സ്റ്റിലാണ് എല്ലാവരും കാണാറുള്ളത്. ഈ പറഞ്ഞതും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള നമ്മുടെ എന്താ പറയുക, ഈ എമർജൻസി പീരീഡ് ഡിക്ലെയർ ചെയ്ത് ആ കാലത്ത് ലക്ഷക്കണക്കിന് ജേർണലിസ്റ്റിനെയും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ജയിലിൽ കയറ്റിയ ഒരു ഭരണാധികാരി അവരെ ഭാരതമാതാവായി കാണണമെന്ന് പറയുമ്പം അന്ന് ആ കൊടും ക്രൂരത അനുഭവിച്ച ആ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ തലമുറക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇവരെ ഭാരതമാതാവായി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്താ പറയുക, ഇതിന് ഉത്തരം ഉണ്ടാവില്ല ഒരു പക്ഷേ. അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് RSS ഇന്റലക്ച്വൽ രത്തൻ ശ്രദ്ധ പറഞ്ഞത് BJP ആദർശപരമായ ഉത്തരവാദിത്തങ്ങൾ അടിയറ വെച്ചു. RSSന്റെ വിമർശകരെ BJP സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടിയാണ് വലിയ വില BJPക്ക് 240 എന്നതിലേക്ക് BJP എത്തിപ്പെട്ടത്, 63 സീറ്റുകൾ നഷ്ടപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്നത്
അജിത് പവാറിൻ്റെ NCP ഒപ്പം കൂട്ടി. അതാണ് വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത്, മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏകോപിതമായ വിമർശനം RSSൽ നിന്ന് വരുന്നു. സുരേഷ് ഗോപി ആ ഗണത്തിൽ പെടുന്നതല്ല. പക്ഷേ സുരേഷ് ഗോപിയിലൂടെ ഏതെങ്കിലും തരത്തിലൊരു കോൺഗ്രസ് ഔട്ട്റീച്ചിന് BJP ലക്ഷ്യം വെക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു തുടക്കമാണോ നമ്മൾ ഇന്ന് കണ്ടത് എന്നുള്ള പരിശോധനയാണ് നടത്തുന്നത്. Debate with MV Nikesh Kumar.